ഞങ്ങൾ താമസിച്ചിരുന്ന ആ ഉള്ളായം എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഒരുപാട് വീടുകളുള്ള ആ ഒരു പ്രദേശത്ത് ഞങ്ങളുടെ വീടൊരു വലിയ കുന്നിൻ്റെ മുകളിലായിരുന്നു. ആ ഭവനത്തിൽ താമസിക്കുമ്പോൾ അതിന് താഴെ അടിവാരത്തായി പാർക്കുന്ന ആ നാട്ടിലെ ഞങ്ങളുടെ അയൽക്കാരായിരിക്കുന്ന പലരും 30-ാം തീയതിയും 31-ാം തീയതിയും ഒക്കെ വൈകുന്നേരം വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് അവർ പറയും, ക്രിസ്റ്റി നാളെ രാവിലെ വീട്ടിലോട്ടൊന്ന് വരണേ. എന്തിനാണ്? 1-ാം തീയതിയാണ് പിറ്റേ ദിവസം. അപ്പോൾ 1-ാം തീയതി രാവിലെ അവരുടെ വീട്ടിലൊന്ന് കാല് കുത്താൻ വേണ്ടിയാണ് ക്ഷണിക്കുന്നത്. കാരണം അങ്ങനെയുള്ള ചില നാടൻ വിശ്വാസങ്ങൾ നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിലുണ്ട്. ഒരാൾ വന്ന് കാല് കുത്തിയാൽ ആ വീട് ഐശ്വര്യമായിരിക്കും, കൈനീട്ടം കിട്ടിയാൽ നല്ലവണ്ണം അത് പൊലിക്കും. ഈ ഒരു വിശ്വാസധാരകൾ എല്ലാവരും പുലർത്തുന്നുണ്ട്. കേവലം ഒരു മനുഷ്യനായിരിക്കുന്ന നമ്മൾ ഒരിടത്ത് കാലുകുത്തുമ്പോൾ അത് നിമിത്തം സാധാരണക്കാർക്ക് ഐശ്വര്യമോ അഭിവൃദ്ധിയോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, സാക്ഷാൽ കർത്താവായ യേശു ഒരു ഭവനത്തിലേക്ക് കാലുകുത്തിയാൽ, യേശു വന്ന് നമ്മുടെ ഒരു സ്ഥാപനത്തിൽ പ്രവേശിച്ചാൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന വളർച്ച, അവിടെ ഉണ്ടാകാൻ പോകുന്ന അനുഗ്രഹം അതെത്ര വലുതായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇന്നത്തെ ദൈവാലോചനയുടെ നടുവിൽ യേശു നമ്മുടെ ഗ്രഹങ്ങളിലേക്ക്, നമ്മുടെ ഭവനങ്ങളിലേക്ക് ആഗതനാകാൻ പോവുകയാണ്. ലോകമെമ്പാടും ഇന്നെൻ്റെ വാക്കുകളെ കേൾക്കുന്ന സ്നേഹനിധികളായ എല്ലാ സഹോദരങ്ങളെയും വളരെ സന്തോഷത്തോടുകൂടെ ഇന്നത്തെ പ്രവചനദൂതിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വളരെ ആത്മാർത്ഥമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. യേശു വന്ന് പ്രവേശിച്ച ഭവനങ്ങളെക്കുറിച്ച് പറഞ്ഞു വരികയായിരുന്നല്ലോ കഴിഞ്ഞ ദിവസത്തെ പ്രവചനദൂത്. ആ ദൂതിൽ 2 സംഭവങ്ങളാണ് പറഞ്ഞത്. ഒന്ന് കാനായിലെ കല്യാണ വീട്ടിൽ യേശു വന്നതിനെക്കുറിച്ച്, രണ്ടാമതായി യേശു പത്രോസിൻ്റെ ഭവനത്തിൽ വന്നതിനെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. 1-ാമത്തെ ഭവനത്തിൽ യേശു വന്നപ്പോൾ ആ വീടിൻ്റെ ശൂന്യതയെ യേശു പരിഹരിച്ചു. 2-ാമത്തെ ഭവനത്തിൽ യേശു വന്നപ്പോൾ ആ വീട്ടിലെ രോഗിയായിരിക്കുന്ന അമ്മ ആരോഗ്യവതിയായി എഴുന്നേറ്റ് ഒരു ശുശ്രൂഷകയാകുന്ന വിധത്തിൽ യേശുവിൻ്റെ രൂപാന്തരീകരണത്തിൻ്റെ അതിശയ ശക്തി ആ ഭവനത്തിൽ വെളിപ്പെട്ടു. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. യേശു നമ്മുടെ ഭവനത്തിലേക്ക് ആഗതനാകാൻ പോവുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷാ വേളയിൽ യേശു 3-ാമതായി കാലുകുത്തിയത് കഫർന്നഹൂമിലെ ഒരു ഭവനമാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ളതായ വേദവചനങ്ങളിൽ നമ്മളത് കാണുന്നു. യേശു കഫർന്നഹൂമിലെ ഒരു വീട്ടിലേക്ക് വരികയാണ്. ആ ദേശം മുഴുവൻ യേശു അവിടെ ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് ആ ഭവനത്തിലേക്ക് തടിച്ചുകൂടുകയാണ്. പെട്ടെന്ന് അതിൻ്റെ വാതിക്കൽ പോലും ഇടമില്ലാത്ത വിധം ആ ദേശത്തെ ആ വീട് ഒരു ജനസമുദ്രവേദിയായി മാറുന്നു. പെട്ടെന്ന് 4 പേർ ചേർന്ന് ഒരു പക്ഷപാത രോഗിയെയും ചുമന്നുകൊണ്ട് അവിടേക്ക് വരികയാണ്. ആൾക്കൂട്ടം നിമിത്തം കയറിപ്പോകാൻ കഴിയാതെ വന്നപ്പോൾ യേശുവായിരുന്ന ഭവനത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് അവർ അവനെ ജീവനോടെ ഉടലോടെ താഴേക്ക് ഇറക്കി വെച്ചു. ആ ചുമന്നവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു ആ ഭവനത്തിൽ ആ പക്ഷപാത രോഗിയോട്, മകനെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അയാളെ സൗഖ്യമാക്കുന്നതായ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ വീട്ടിലുള്ള മറ്റ് ചിലർക്ക് വിശ്വാസം ഉണ്ടാകണമെന്നില്ല. നമ്മുടെ ഒപ്പമുള്ള പലരും ഈ ഒരു വിശ്വാസ സത്യങ്ങളെ വേണ്ടവിധം ഉൾക്കൊള്ളുന്നവരാകണമെന്നില്ല. എന്നാൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ വിശ്വാസത്തെ യേശു പരസ്യമായി മാനിപ്പാൻ പോവുകയാണ്. യേശു നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ വിശ്വാസത്താൽ നാം ചെയ്യുന്ന ചില സാഹസങ്ങൾ, നമ്മൾക്ക് കർത്താവിലുള്ള വിശ്വാസത്താൽ നാം മനഃപൂർവ്വമായി ചെയ്യുന്ന നമ്മുടെ ചില നടപടികൾ, കർത്താവ് അതിന് ഫുൾ സപ്പോർട്ടായിരിക്കും. യേശു ആ വിഷയങ്ങളെ കണ്ടിട്ട് കാണാത്തതുപോലെ പോവുകയില്ല. യേശുവിനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ആ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തി ആ വിശ്വാസത്തിന് ആദരവ് നൽകി ദൈവം നമ്മുടെ പ്രശ്നത്തെ പരിഹരിക്കുക തന്നെ ചെയ്യും. 4 പേർ ചുമക്കത്തക്ക നിലയിൽ ജീവിതം ഒരു ബാധ്യതയായി തീർന്നൊരു മനുഷ്യനെ ആരോഗ്യവാനായി എഴുന്നേറ്റ് തന്നെ ചുമന്നുകൊണ്ട് വന്നവർ തോളിൽ വഹിച്ച ആ കിടക്ക എടുത്ത് താൻ സ്വയം ചുമന്ന് ഭവനത്തിലേക്ക് മടങ്ങത്തക്ക വിധം കർത്താവ് ഒരു മഹാത്ഭുതം ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു. യേശു നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ബാധ്യതയായി തീർന്ന മേഖലകളിൽ നമ്മൾ സ്വയം പര്യാപ്തരായി മാറും. എവിടെയൊക്കെയോ നമ്മൾ മറ്റുള്ളവർക്കൊരു ഭാരമായി ഇരുന്നിടത്ത് നമ്മൾ തന്നെ സ്വാതന്ത്ര്യമുള്ളവരായി മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുന്ന വിധത്തിൽ കർത്താവ് നമ്മളെ രൂപാന്തരപ്പെടുത്തും. ഒരുപക്ഷെ നിങ്ങളുടെ ദേശത്ത് നിങ്ങളുടെ ഭവനം മറ്റുള്ളവർക്കൊരു ചോദ്യചിഹ്നമാകാം. ഒരുപക്ഷെ നമ്മുടെ വീടിൻ്റെ അവസ്ഥ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരുപാട് പരിതാപകരമാകാം, ഒരുപാട് നിന്ദാകരമാകാം. പക്ഷേ യേശുവിൻ്റെ ഈ വാക്കുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ, കർത്താവിൻ്റെ സാന്നിധ്യം ഈ വചനത്തോടുകൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അതൊരു രൂപാന്തരമായി മാറുകയാണ്. ദേശത്തിൻ്റെ നടുവിൽ നിങ്ങളുടെ ഭവനം ഒരു അത്ഭുതമായി തീരത്തക്ക വിധം കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ കരം നിങ്ങളെ തൊടുകയാൻ പോവുകയാണ് ദൈവമക്കളെ.
യേശു ആ പക്ഷപാത രോഗിയെ സൗഖ്യമാക്കിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ സഹായത്താൽ മാത്രം നടന്നിരുന്ന ചില കാര്യങ്ങൾ ഇനി മറ്റുള്ളവരുടെ ഹെൽപ്പില്ലാതെ നടക്കത്തക്ക വിധം, മറ്റുള്ളവർ ഇടപെട്ട് മാത്രം നടന്നിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന വിധത്തിൽ ദൈവം നിങ്ങളുടെ ലൈഫിനെ മാനിക്കുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും അതിശയകരമായിരിക്കുന്ന ഒരു മാറ്റം ഇതാണ്: നമ്മൾ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ആ ക്രിസ്തുവിൽ നമ്മൾ സകലതിനും മതിയായവരായി മാറുന്നു. ധന്യനായ പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. നമ്മൾ എവിടെയൊക്കെയോ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ, മറ്റുള്ളവരെ ആശ്രയം വെച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെ നാം നോക്കിക്കാണുമ്പോൾ പലയിടത്തും നമുക്ക് പരിമിതികളുണ്ടാകാം. പക്ഷേ ആ പരിമേനായ യേശുവിൽ നാം ആശ്രയിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത കാര്യങ്ങളിലും നമ്മൾ ബലവാന്മാരും യോദ്ധാക്കളും ശക്തരുമായി മാറുകയാണ്. യേശു വന്ന മൂന്നാമത്തെ ഭവനം ഈ കപർന്നഹൂമിലെ വീടാണ്. മേൽക്കൂര പൊളിയപ്പെട്ട ഭവനം, ജനസമുദ്രത്താൽ തിങ്ങി നിറയപ്പെട്ട ഭവനം, വാതുക്കൽ പോലും ഇടമില്ലാത്ത വിധം ഒരു ദേശം ഓടി വന്ന് കർത്താവിനെ കാണുവാനായി എത്തിയൊരു ഭവനം. നിങ്ങളുടെ വീട്ടിൽ യേശു വരുമ്പോൾ ആ വീടിന് എന്തെല്ലാം പോരായ്മയുണ്ടെങ്കിലും ഒരു നാട് അവിടേക്ക് ഓടി വരും. പലരുടെയും ശ്രദ്ധ അവിടേക്ക് തിരിയും. ഉന്നതർ പലരും നിങ്ങളെ തേടി വരും. എൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ എനിക്കിങ്ങനെയുള്ള ഒരുപാട് സാക്ഷ്യങ്ങൾ പറയുവാനുണ്ട്. ഞങ്ങൾ പാർത്തിരുന്ന ഞങ്ങളുടെ സാഹചര്യങ്ങൾ വളരെ ഇടുക്കവും ഞെരുക്കവുമുള്ളതായിരുന്നു. പക്ഷേ ആ ഇടുക്കമോ ഞെരുക്കമോ ഒന്നും കർത്താവിൻ്റെ കൃപ അനുഭവിക്കുവാൻ വരുന്ന മനുഷ്യരെ തടുത്തില്ല. പലരും ഞങ്ങളുടെ വീട് തപ്പിപ്പിടിച്ച് വരുവാൻ തുടങ്ങി. പലരും ഞാൻ പാർക്കുന്നത് എവിടെയാണെന്ന് അന്വേഷിച്ച് വരാൻ തുടങ്ങി. പല വാഹനങ്ങളിൽ പലരും വരുമ്പോൾ ഉന്നതരായ പലരും വന്ന് കാലുകുത്തുമ്പോൾ ഇവരെങ്ങനെ ഈ വീട്ടിൽ എന്നൊരു ചോദ്യം അവിടെ ഉണ്ടായി. അങ്ങനെയാണ് ദേശത്തറിയപ്പെടാൻ തുടങ്ങിയത്. അവിടെ ഒരു പയ്യനുണ്ട്, അവൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപയുണ്ട്. അങ്ങനെ ആ ശുശ്രൂഷകൻ അവിടെ അറിയപ്പെടുകയാണ്. അങ്ങനെയാണ് എൻ്റെ ശുശ്രൂഷ വളർന്നത്. അങ്ങനെയാണ് യേശുവിൽ ഞാൻ അറിയപ്പെടുന്നൊരു മനുഷ്യനാകുവാൻ തുടങ്ങിയത്. കർത്താവ് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ, യേശു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പരിസരങ്ങളിലേക്ക് അതിൻ്റെ സ്വാധീനം വളരും. ദേശങ്ങളിലേക്ക് അതിൻ്റെ ശ്രുതി പടരാനിടയായി തീരും. അങ്ങനെ നാനാഭാഗങ്ങളിൽ നിന്നും, ദേശത്തിൽ നിന്നും, രാഷ്ട്രങ്ങളിൽ നിന്നും പലരും യേശുവിലുള്ള കൃപ അനുഭവിപ്പാൻ നമ്മളെ തേടി വരും. ഇന്ന് രാവിലെ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന കർത്താവിൻ്റെ പൈതലേ, നീ ആയിരിക്കുന്നത് എവിടെയാണേലും യേശു അവിടെ ഉണ്ടെങ്കിൽ നീ ഒരു സാധ്യതയ്ക്കകത്താണ്. നീ ആയിരിക്കുന്നത് എവിടെയാണേലും യേശു നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നീ വിജയപഥത്തിലാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ സാഹചര്യം എത്ര കയ്യിൽ ഇല്ലാത്തൊരവസ്ഥയാണെങ്കിലും നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന നിങ്ങളുടെ സാഹചര്യത്തിൽ കർത്താവുമായി നിങ്ങൾക്കൊരു സഖിത്വമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും ശോഭിതമായിരിക്കുന്നൊരു നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യേശുവുണ്ടോ കാര്യങ്ങൾ മാറുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീടുകളിൽ TV ഉണ്ടോ, ഫ്രിഡ്ജ് ഉണ്ടോ, വാഷിംഗ് മെഷീൻ ഉണ്ടോ, AC ഉണ്ടോ എന്നൊക്കെയുള്ളതായ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനേക്കാൾ യേശുവിൻ്റെ വീട്ടിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയാണ് ഏറ്റവും നല്ലത്. ആമേൻ. നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് വേണ്ടാത്തതെല്ലാം പടിയിറങ്ങട്ടെ. കലഹങ്ങൾ പോകട്ടെ, യേശു കയറട്ടെ. രോഗങ്ങൾ പോകട്ടെ, യേശു കയറട്ടെ. ദുരിതങ്ങൾ പോകട്ടെ, യേശു കയറട്ടെ. ദാരിദ്ര്യങ്ങൾ പോകട്ടെ, യേശു കയറട്ടെ. ആമേൻ. ശാപങ്ങൾ പടിയിറങ്ങട്ടെ, യേശു പ്രവേശിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പിന്നീട് തൻ്റെ പരസ്യ ശുശ്രൂഷാ വേളയിൽ അവിടുന്ന് സന്ദർശിച്ച മറ്റൊരു വീടാണ് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 24 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്ന സിനഗോഗിലെ ശുശ്രൂഷകനായിരിക്കുന്ന യായിറോസിൻ്റെ ഭവനം. 12 വയസ്സ് മാത്രം പ്രായമുള്ളൊരു മകൾ തനിക്കുണ്ടായിരുന്നു. ആറ്റിനോട്ട് കാത്തിരുന്നുണ്ടായ ഒരു പെൺതരി. ആ പൊന്നോമനയ്ക്ക് ഒരു ദിവസം രോഗം കഠിനമായി. പല നിലയിൽ തൻ്റെ പൈതലിനെ രക്ഷപ്പെടുത്തുവാൻ ആ പിതാവ് ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളെല്ലാം അസ്ഥാനത്തായി. തൻ്റെ പൈതൽ മരണത്തിന് കീഴടങ്ങി. മരിച്ചുപോയ തൻ്റെ മകളുടെ ശവസംസ്കാരത്തിന് കാര്യങ്ങൾ ക്രമീകരിക്കാമെന്ന് ഭവനത്തിൽ നിന്ന് വന്നവർ യായിറോസിനോട് പറയുമ്പോൾ, ഇനി യേശുവിനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറയുമ്പോൾ യേശു പറയുന്നു, ഞാൻ വീട്ടിലേക്ക് വരികയാണ്. പൈതലിനെ ജീവിപ്പിക്കാനായി യേശു സന്നദ്ധത അറിയിക്കുകയാണ്. അങ്ങനെ കരച്ചിലും നിലവിളികളും ആവലാദികളും അണപൊട്ടി ഒഴുകിയ ദുഃഖസാന്ദ്രമായ ഭവനാന്തരീക്ഷത്തിലേക്ക് നസ്രായൻ തൻ്റെ കാലെടുത്ത് വെച്ചു. കരയുന്നവരെ അവിടുന്ന് പുറത്താക്കിയെന്നാണ് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. യേശു ആ വീടിൻ്റെ അകത്ത് കയറി ആ കുഞ്ഞിൻ്റെ അമ്മയെയും പിതാവിനെയും കൂട്ടിക്കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരായ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രം കൂട്ടി യേശു അതിനകത്തേക്ക് കയറി. ആ പൈതലിൻ്റെ ബെഡിനരികിലേക്ക് ചെന്നിട്ട് ആ കുഞ്ഞിൻ്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് യേശു പറഞ്ഞു, ബാലേ എഴുന്നേൽക്ക. ഉറക്കത്തിൽ നിന്ന് ഉണർന്നെണീക്കുന്ന ലാഘവത്തോടുകൂടെ മരണത്തിൻ്റെ ആഴത്തിൽ നിന്നും ആ പൈതൽ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് തൻ്റെ കുഞ്ഞുമിഴികൾ തുറന്നു.
ഒരു ചെറു പുഞ്ചിരിയോടുകൂടെ ഉറക്കത്തിൽ എഴുന്നേറ്റ് വരുന്ന ഉറക്കച്ചടവുള്ള ഒരു പെൺകുട്ടിയായി അവൾ അവളുടെ മാതാപിതാക്കളുടെ ഒപ്പം സന്തോഷിക്കുവാൻ തുടങ്ങി. ദുഃഖമണ പൊട്ടിയ വീട്ടിൽ യേശു വന്നപ്പോൾ ആ വീട്ടിൽ സന്തോഷം വെളിപ്പെടുവാനിടയായി. യേശു ഒരു വീട്ടിൽ വന്നാൽ ആ വീട്ടിൽ കരച്ചിൽ പുറത്തു പോകും. യേശു ഒരു വീട്ടിൽ വന്നാൽ ആ വീട്ടിലെ നിരാശകൾ വഴിമാറും. യേശു ഒരു വീട്ടിൽ വന്നാൽ ആ തലമുറയുടെ ഭാവി ഏത് മരണം പിടിച്ചതാണെങ്കിലും അത് ജീവനിലേക്ക് തിരിയും. യേശു നിങ്ങളുടെ ഭവനത്തിൽ ഇന്ന് വരികയാണ്. നിന്റെ കുഞ്ഞിൻ്റെ ഭാവിയുടെ മേലൊരു വെളിച്ചം വീഴുകയാണ്. യേശു നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇന്ന് പകൽ എത്തുകയാണ്. അവിടെ കാര്യങ്ങൾക്ക് വിശാലമായ പുതിയൊരു ആഖ്യാനം ഉണ്ടാവുകയാണ്. സാഹചര്യങ്ങൾക്ക് അതീതമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നസ്രായനായ ഈശോ മശിഹ നമ്മുടെ ഭവനാന്തരീക്ഷങ്ങളെ നവ്യമാക്കി തീർക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ മരണതുല്യമായ വേദനകളെ തൻ്റെ പുനരുത്ഥാനത്തിൻ്റെയും തേജസ്സിൻ്റെയും ശക്തിയാൽ ആഹ്ലാദകരമാക്കി തീർക്കും. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്നത്തെ ദൈവാലോചനയുടെ നടുവിൽ ഭവനത്തിൻ്റെ സാഹചര്യങ്ങളെ ഓർത്ത് കരയുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്ന അമ്മമാർ, അപ്പന്മാരെന്നെ കേൾക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ തലമുറയുടെ ഭാവി എന്താകുമെന്നുള്ള ചോദ്യചിഹ്നവുമായിരിക്കുന്ന മാതാപിതാക്കളെ ഞങ്ങൾ കണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ മാറാരോഗങ്ങൾ ബാധിച്ച് കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഹൃദയം തകരുന്ന അപ്പനമ്മമാരുടെ നിലവിളികളോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യായിറോസിൻ്റെ വീട്ടിൽ വന്ന് പ്രതീക്ഷയറ്റുപോയ ആ കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളെ മരണത്തിൽ നിന്നും ജീവിപ്പിച്ചെഴുന്നേൽപ്പിച്ച എൻ്റെ യേശു ഇന്നിവരുടെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്ന് ഇവരുടെ തലമുറകളെ തൻ്റെ തൃക്കരത്താൽ തൊടുന്നതിനായിട്ട് സ്തോത്രം. ഒരു രൂപാന്തരത്തിന് അനന്തശക്തി അയച്ച് എൻ്റെ വലിയവനായ യേശു കുടുംബങ്ങളെ ധന്യമാക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വാതിലിൽ പോലും ഇടമില്ലാത്ത വിധം ആൾക്കാർ വന്നുകൂടിയ കവർന്ന ഭൂമിയിലെ വീട്ടിൽ ചുമന്നവരുടെ വിശ്വാസം കണ്ട് പക്ഷവാത രോഗിയോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, കിടക്കിയെടുത്ത് നടക്ക എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ ജീവിതത്തിൽ യേശു ഇന്ന് പകൽ വിശ്വാസം മാനിക്കുന്ന ഒരു പുതിയ അനുഭവം തുറക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങനെ കുഞ്ഞുങ്ങൾ ഇന്ന് അങ്ങയിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിൽ എന്തെല്ലാം പ്രതീക്ഷിക്കുന്നു, ആ പ്രതീക്ഷകൾക്ക് ദൈവം പൂർത്തീകരണം നൽകുന്നതിനായിട്ട് നന്ദി. ഹൃദയം തുറന്ന് നസ്രയനാം യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വാക്കുകളെ കേട്ട ഓരോ മക്കളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല സമൃദ്ധിയും അനുഗ്രഹങ്ങളും ഓർമ്മയിൽ ചൊരിയും യേശു മിശിഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ധാരാളമായി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. യേശു കാനായിലെ കല്യാണ വീട്ടിൽ വന്നു. ആ വീടിൻ്റെ ശൂന്യതയെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാറ്റി. യേശു പത്രോസിൻ്റെ വീട്ടിൽ വന്നു. രോഗശയ്യയിലായിരുന്ന അദ്ദേഹത്തിൻ്റെ അമ്മയെ, അമ്മാവി യേശു ആരോഗ്യത്തിലേക്ക് കരം പിടിച്ചെഴുന്നേൽപ്പിച്ചു. യേശു കവർന്നഹൂമിലെ വീട്ടിൽ വന്നു. മേൽക്കൂര പൊളിച്ച് തൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച പക്ഷപാത രോഗിയെ യേശു സൗഖ്യമാക്കി. അത് യേശു പോയ മൂന്നാമത്തെ വീട്. 4, യേശു യായിറോസിൻ്റെ വീട്ടിൽ പോയി. 12 വയസ്സ് പ്രായമുള്ള മരിച്ചു കിടക്കുന്ന പൈതലിനെ യേശു തൻ്റെ തൃക്കരം നീട്ടി ജീവനിലേക്ക് വിളിച്ചെഴുന്നേൽപ്പിച്ചു. നമ്മുടെ ഭവനത്തിൽ യേശു വരുമ്പോൾ ഇവയെല്ലാം സംഭവിക്കും. ഈ പകൽ പ്രതീക്ഷകളുടെയും സന്തോഷത്തിൻ്റെയുമാണ്. നിങ്ങൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ദൈവകൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. കർത്താവ് നിങ്ങളെ ഒരുപാട് ഉയർത്തട്ടെ. ആമേൻ.